വെൽക്കം ബാക്ക് ടു ചാനൽ. ഇപ്പോൾ ട്രെൻഡിങ് ആയി പോയിക്കൊണ്ടിരിക്കുന്ന പുൾമി അപ്പ് കേക്കാണ് ഞാനിന്ന് ചെയ്യുന്നത്. ഇത് റെഡ് വെൽവെറ്റ് കേക്ക് വെച്ചിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവറിൽ തന്നെ ചെയ്തെടുക്കാവുന്നതാണ്. റെഡ് വെൽവെറ്റ് വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കേക്ക് ബേസ് ചെയ്യുന്ന വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. ചെയ്യാനായിട്ട് നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത് ഒരു പ്ലാസ്റ്റിക് ഷീറ്റാണ്. അത് അത്യാവശ്യം കട്ടിയുള്ള ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് എടുക്കുക. അത് റൗണ്ട് ചെയ്ത് ഇതുപോലെ ഒന്ന് സെലോ ടേപ്പോ ഗ്ലൂവോ കൊണ്ട് ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഇനി ആ ഒരു വലുപ്പത്തിന് തന്നെ നമുക്കിതൊന്ന് പ്രസ് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. കേക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ കേക്കിനെ ഇനി നമുക്കൊന്ന് മൂന്നായിട്ടൊന്ന് മുറിച്ചെടുക്കാം. നമ്മളൊരു 3 ലെയർ കേക്കാണ് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിതൊരു 3ആയിട്ടോ 4ആയിട്ടോ വലുപ്പം അനുസരിച്ച് കട്ട് ചെയ്തെടുക്കാം. ഇനി ഞാൻ 1/2 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. ഇത് ഫിയോണയുടെ വിപ്പിംഗ് ക്രീമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇത് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ആദ്യം ഒന്ന് ലോ സ്പീഡിൽ ഇട്ടതിന് ശേഷം നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് മധുരത്തിനനുസരിച്ച് ഐസിങ് ഷുഗർ ചേർത്ത് കൊടുക്കാം. ഞാൻ 2 സ്പൂൺ ഐസിങ് ഷുഗറാണ് ചേർത്തിട്ടുള്ളത്. നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അത്യാവശ്യം തിക്കായിട്ട് വരുമ്പോൾ നമുക്കിതൊരു പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമ്മൾ ആദ്യത്തെ ലെയർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ മിൽക്ക് സിറപ്പാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ മിൽക്ക് സിറപ്പിന് പകരമായിട്ട് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. ഇനി ആദ്യത്തെ ലെയർ നമുക്ക് ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് ക്രീം വെച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ ആദ്യത്തെ ലെയർ നമുക്കൊന്ന് ക്രീം വെച്ച് കൊടുക്കാം. ഇനി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന രണ്ടാമത്തെ കേക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. ക്രീം ബീറ്റ് ചെയ്യുന്ന സമയത്ത് ക്രീം ചീസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അതുകൂടി മിക്സ് ചെയ്ത് കൊടുക്കാമെന്നാണ്. എനിക്ക് അതിൻ്റെ ഒരു ഫ്ലേവർ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാനത് ചേർക്കാത്തത്. രണ്ടാമത്തെ ലെയറിൻ്റെ മുകളിലായിട്ട് നമുക്കിതുപോലെ മിൽക്ക് സിറപ്പ് ഒഴിച്ചു കൊടുത്ത് ക്രീം ഒന്ന് ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടാനുസരണം ലെവൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു സ്പൂൺ കൊണ്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാമെന്നാണ്. ഞാൻ ലെവൽ ചെയ്യുന്നില്ല. ഇതുപോലെ തന്നെ 3 ലെയർ നമുക്ക് ചെയ്തെടുക്കാം. ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് കൂടുതൽ ഐസിങ് ഒന്ന് ചെയ്തെടുക്കാം. നമുക്കിതൊരു സ്പൂൺ കൊണ്ട് വേണമെന്നുണ്ടെങ്കിൽ ലെവൽ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ 3 ലെയറും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്കൊന്ന് സ്പൂൺ കൊണ്ടൊന്ന് ലെവൽ ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് വൈറ്റ് ചോക്ലേറ്റിൻ്റെ ഗനാഷാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഞാൻ 1/2 കപ്പ് വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്കതൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇളം ചൂടോടുകൂടി വേണം ഇതൊന്ന് ഒഴിച്ചെടുക്കാനായിട്ട്. ഇനി ഞാൻ നേരത്തെ എടുത്തു വെച്ചിരുന്ന ഫോണ്ടൻറ്റ് ചെറിയ ചെറിയ റൗണ്ടുകളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ സ്റ്റാറും ലവിൻ്റെ ഷേപ്പൊക്കെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇത് ഫോണ്ടൻറ്റ് വെച്ചിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഈ ഫോണ്ടൻറ്റ് ഹോം മെയ്ഡായിട്ട് തയ്യാറാക്കിയിരിക്കുന്ന ഒരു വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. ഇനി ഇതിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സോ നട്ട്സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് ഫ്രിഡ്ജിൽ വെക്കേണ്ട. അതിന് മുമ്പ് തന്നെ നമുക്ക് പ്ലാസ്റ്റിക് ഷീറ്റ് മുകളിലേക്കൊന്ന് വലിച്ചു കൊടുക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ.